സർവശക്തനായ ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ പ്രാർത്ഥിക്കുന്നു. സ്വന്തം ഛായയിൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും ദൈവം ആയിരിക്കുന്ന സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാനായിട്ട് രക്ഷയുടെ അനുഭവം സ്വന്തമാക്കി രക്ഷയുടെ ദിവസത്തിൽ രക്ഷ സ്വന്തമാക്കുവാനുള്ള എല്ലാ കൃപാവരങ്ങളും നൽകുന്നതിനായിട്ട് തൻ്റെ ഏകജാതനെ അഭിഷേകം ചെയ്ത് ഭൂമിയിലേക്ക് അയച്ചു. ആ പിതാവായ ദൈവത്തിന് യേശുനാമത്തിലും മഹത്വമുണ്ടാവട്ടെ. സഹോദരങ്ങളെ, ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെ ഈ വചനം കേൾക്കുന്നതിലൂടെ അനുദിനം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കാണുന്നതിലൂടെ ഒരാത്മാവെങ്കിലും നമ്മളിലൂടെ രക്ഷ പ്രാപിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, ബൈബിളിലേക്ക് കടന്നു വരുമ്പോൾ പഴയ നിയമത്തിൽ ജോഷുവയുടെ പുസ്തകം 18-ാം അധ്യായം 3-ാം തിരുവചനം, ജോഷുവ 18:3. അതിൽ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ ജോഷുവ ജനത്തോട് കൽപ്പിക്കുകയാണ്, ദൈവമായ കർത്താവ് നൽകിയ ദേശം അവകാശപ്പെടുത്താതെ എത്ര നാൾ നിങ്ങൾ അലസരായി കഴിയും? ഇസ്രായേൽ ജനത്തെ അടിമത്തത്തിൽ നിന്ന്, ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് യോർദാൻ നദിയുടെ കിഴക്കും പടിഞ്ഞാറുമായിട്ട് കാനാന്യരും മറ്റു വിജാതീയരും വസിച്ചിരുന്ന ദേശം അവർക്ക് അവകാശമായി നൽകിയപ്പോൾ അവിടെ താമസിച്ചിരുന്ന ദൈവനിഷേധികളെ പുറന്തള്ളിക്കൊണ്ട് അവർ ആ സ്ഥലം അവകാശമാക്കണം. അതാണ് ദൈവം ആഗ്രഹിച്ചത്. അപ്പോൾ അനേകം വ്യക്തികൾ അവർക്ക് തിന്നുകുടിച്ച് സുഖിച്ച് ജീവിക്കുവാനുള്ള എല്ലാം ഉണ്ടായിരുന്നു ആ ദേശത്ത്. കാരണം തേനും പാലും ഒഴുകുന്ന വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളുള്ള നാടായിരുന്നു ഈ കാനാൻ ദേശം. അപ്പോൾ ഈ കാനാൻ ദേശം അവകാശമായി നൽകിയിട്ടും അനേകം വ്യക്തികൾ അവർക്ക് അവകാശമായി നൽകപ്പെട്ട ദേശം കൈവശപ്പെടുത്താതെ അവർ അലസരായി കഴിയുകയാണ്. അതുകൊണ്ടാണ് ജോഷുവ പറയുന്നത്, കർത്താവ് നമുക്ക് നൽകിയ ദേശം കൈവശപ്പെടുത്താതെ എത്ര നാൾ നിങ്ങൾ അലസരായി കഴിയും? പുതിയ നിയമത്തിലും ഇത് തന്നെയാണ് ദൈവമായ കർത്താവ് പറയുന്നത്. സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമാണ്. ബലവാന്മാർ അത് പിടിച്ചടക്കുകയും ചെയ്യുന്നു. ഈ ബലം എന്തുവാണ്? ദൈവത്തിൽ വിശ്വസിക്കുക, ക്ഷമിക്കുക, സ്നേഹിക്കുക, വിശുദ്ധ ജീവിതം നയിക്കുക, ഇവയൊക്കെയാണ് നമ്മുടെ ആത്മീയമായ കരുത്ത്. ഇപ്രകാരം കരുത്തുള്ളവർ ദൈവമായ കർത്താവ് നൽകുന്ന പുതിയ കാനാൻ ദേശമാകുന്ന സ്വർഗരാജ്യം അവകാശപ്പെടുത്തണം. നമ്മുടെ ബലം ഉപയോഗിച്ച്, ബലമെന്ന് പറഞ്ഞാൽ ഫിസിക്കൽ സ്ട്രെങ്ത് അല്ല, ഒരു കായിക ബലമല്ല ഇവിടെ പ്രതീക്ഷിക്കുന്നതും ദൈവമായ കർത്താവ് ഉദ്ദേശിച്ചതും. അങ്ങനെയെങ്കിൽ കുരിശിൽ കിടക്കുമ്പോൾ കർത്താവ് പറയും, കർത്താവിന് 12-ൽ കൂടുതൽ വ്യൂഹം മാലാഖമാരെ വിളിച്ച് തനിക്ക് മരണത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാമായിരുന്നു. പക്ഷേ അതിനല്ല ദൈവം തുനിഞ്ഞത്. മറിച്ച് എളിമയിലൂടെ, പ്രാർത്ഥനയിലൂടെ പിശാചിൻ്റെ തല തകർക്കുക. ആ ദൈവമായ കർത്താവ് പറയുകയാണ്, ബലം പ്രയോഗിച്ച് നമ്മൾ സ്വർഗത്തിൽ കയറണം. എളിമ, ക്ഷമ, വിശ്വാസം, സ്നേഹം എന്ന പുണ്യം ഇവയെല്ലാം സ്വന്തമാക്കി കരുത്താർജിച്ചുകൊണ്ട് ദൈവമായ കർത്താവ് നമുക്ക് നൽകുന്ന സ്വർഗം എന്ന ആ പുണ്യദേശത്തിലേക്ക്, ദൈവസന്നിധിയിലേക്ക്, പുത്രന്റെ സന്നിധിയിലേക്ക്, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും സകല വിശുദ്ധരുടെയും സകല മാലാഖമാരുടെയും സന്നിധിയിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ പ്രാർത്ഥിക്കാം. അതിനു വേണ്ടിയുള്ള അലസത എടുത്തു മാറ്റിയിട്ട് ശക്തി നൽകുവാനും ദൈവിക കൃപ ലഭിക്കുവാനും ദൈവത്തിൻ്റെ കൃപയോടുകൂടെ ഈ ഭൂമിയിൽ ജീവിക്കുവാനുമുള്ള എല്ലാവിധ കൃപകളും ശക്തിയും നമുക്ക് ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.